ശബരിമല യുവതി പ്രവേശന പ്രശ്നമുയർത്തി ബി.ജെ.പി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന നിരാഹാര സമരം നാളെ അവസാനിപ്പിച്ചേക്കും. ശബരിമല നട അടയ്ക്കുന്നതും പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നത് നീട്ടിയതും പരിഗണിച്ചാണ് സമരം നിർത്താൻ തീരുമാനിച്ചത്. നിരാഹാര സമരം നിർത്താനാണ് ആർ.എസ്.എസും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എൻ.ഡി.എ നേതാക്കൾ ഗവർണറെ കണ്ട നിവേദനം നൽകി. ശബരിമല പ്രശ്നം രാഷ്ട്രീയമായി ഉയർത്തി നേട്ടമുണ്ടാക്കുന്നതിനായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം തുടങ്ങിയത്. പാർട്ടി അണികളിൽ ആവേശം പകർന്നു നടന്ന സമരം പക്ഷേ മുന്നോട്ടു പോകുന്തോറും പ്രതീക്ഷിച്ച വിജയം കാണാനായില്ല. ശബരിമല സന്നിധാനത്തും പരിസരത്തും നിരോധനാജ്ഞ പിൻവലിക്കണമെന്നതായിരുന്നു സമരത്തിന്റെ പ്രധാന ആവശ്യം. എന്നാൽ മകരവിളക്കിന് ശേഷമാണ് നിരോധനാജ്ഞ നീക്കിയത്. ഇതോടെ സമരം പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന ജനുവരി 22 വരെ തുടരാൻ തീരുമാനിച്ചു. എന്നാൽ അതും നീളുമെന്നതായതോടെ സമരം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. സമരത്തിന് 4ാം ഘട്ടമായിട്ടാണ് തുടങ്ങിയത്. അപ്പം 4ാം ഘട്ടം കഴിഞ്ഞ് 5ാം ഘട്ടത്തിലേക്ക് കടക്കും. സമരത്തിന്റെ രൂപവും ഭാവവും വ്യത്യസ്തമായിരിക്കും. സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയത് തന്നെ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. സമരം അവസാനിപ്പിക്കുന്നതോടെ പ്രശ്നം പാർട്ടിയിൽ വീണ്ടും തലപൊക്കാനാണ് സാധ്യത. അതിനാൽ ആർ.എസ്.എസിന്റെ കൂടി നിർദ്ദേശം വാങ്ങിയാണ് സമരം അവസാനിപ്പിക്കാൻ ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ആർ.എസ്.എസ് നേതൃത്വം നൽകുന്ന ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള സമരങ്ങൾ തുടരാനും അതിൽ ബി.ജെ.പി. സഹകരിക്കാനുമാണ് ധാരണ. യു ഷൈജു, മീഡിയ 1, തിരുവനന്തപുരം.